പ്രിന്റ് ചെയ്ത് നമുക്ക് തരും. ആ തരുന്ന ഫോമിലേക്ക് ഈ പറയുന്ന സൂപ്പർവൈസറും കൗണ്ടിങ് അസിസ്റ്റന്റും കൂടി ചേർന്ന് രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ 1 മുതൽ 10 സ്ഥാനാർത്ഥികളും ഒരു നോട്ടയും ചേർന്ന് ഓരോരുത്തരുടെയും വോട്ടുകളുടെ എണ്ണം ഈ ഫോമിൽ നമ്മൾ എഴുതണം. പിടികിട്ടുന്നുണ്ടോ? മുഖത്ത് നോക്കിയിട്ടൊരു പ്രസാദമില്ലല്ലോ, ഒരു ഉന്മേഷമില്ലല്ലോ. അപ്പുറത്തെ ക്ലാസ്സുകാരെ വിട്ടുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ റിസൾട്ട് എഴുതുന്ന 17C എന്ന് പറഞ്ഞ ഫോമിൽ യെല്ലോയെ കുറിച്ച് പറഞ്ഞല്ലോ. യെല്ലോ ഫോം ചോദിച്ചുകൊണ്ട് ആര് വരും? ഒരു ഉദ്യോഗസ്ഥൻ വരും. 17Cയുടെ യെല്ലോ ഫോം ചോദിച്ചുകൊണ്ട് എൻകോർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് നമ്മുടെ ഇലക്ഷൻ്റെ ഓരോ ടേബിളിലുമുള്ള റിസൾട്ട് അടിച്ചടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻകോർ കൈകാര്യം ചെയ്യുന്ന ആ ഡെസ്കുകളിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നമ്മളോട് എന്ത് ചോദിക്കും? യെല്ലോ ചോദിക്കുമ്പോൾ യെല്ലോ സൂപ്പർവൈസർ ഒപ്പിട്ട് കൊടുക്കണം. ഇനി അവർ വന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മൾട്ടി സ്റ്റാഫ് ഉണ്ടല്ലോ, മൾട്ടി ടാസ്ക് സ്റ്റാഫ്, അവരുടെ ഈ കൊടുത്തുവിടേണ്ടി വന്നാൽ കൊടുത്തുവിടണം. വൈറ്റ് കളറ് AROയുടെ ടേബിളിലേക്കും യെല്ലോ കളറ് എൻകോറിൻ്റെ ടേബിളിലേക്കും പോകണം. പിന്നെ ഒബ്സർവർ മൈക്രോ എന്ത് തയ്യാറാക്കും? പിങ്ക് തയ്യാറാക്കി അത് ഒബ്സർവർക്ക് മാത്രം ഒരു ടേബിൾ ഉണ്ടാവും. ഈ തയ്യാറാക്കുന്ന ഒബ്സർവർമാർ തയ്യാറാക്കുന്ന 17C ജനറൽ ഒബ്സർവറിൻ്റെ ടേബിളിലോട്ട് കൊടുത്തുവിടണം. അങ്ങനെ ഈ 17Cയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 17Cയിൽ നമ്മൾ നമ്മുടെ കൈപ്പടയിൽ എഴുതി വെക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അന്നില്ലായിരുന്നു എല്ലാവരും? എന്തായിരുന്നു? സൂപ്പർവൈസർ ഒപ്പുവെക്കേണ്ട ആ ഭാഗത്തിനും ഏജന്റ് ഒപ്പുവെക്കേണ്ട ഭാഗത്തിൻ്റെയും ഇടയ്ക്കുള്ള ആ മിഡിൽ പോർഷനിലുള്ള സ്ഥലത്ത് വി ഹിയർ ബൈ സർട്ടിഫൈ ദാറ്റ് CU നമ്പേഴ്സ് E/R the same which were used in the polling station number dash. ഇന്ന പോളിംഗ് സ്റ്റേഷൻ നമ്പറിലെ ഉപയോഗിച്ച ഡിവൈസ് തന്നെയാണ് ഈ ടേബിളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് സൂപ്പർവൈസർ എഴുതി ചേർക്കണം എല്ലാ 17Cയുടെ ഫോമിലും. അപ്പോൾ ഈ ഏരിയ ഒന്നും വേണ്ട, ആ പോളിംഗ് സ്റ്റേഷൻ നമ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ നമ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്, 1ാം പോളിംഗ് സ്റ്റേഷനിലെ കൺട്രോൾ യൂണിറ്റ് തന്നെയാണ് 1ാം ടേബിളിൽ ഉപയോഗിച്ചതെന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു. അപ്പൊ റിസൾട്ട് എല്ലാവരും എഴുതിയല്ലോ, കൊടുത്തു വിട്ടില്ലേ? ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, റിസൾട്ട് പെട്ടെന്ന് അമർത്തിയപ്പോൾ എന്തായിരുന്നു? ഇപ്പോൾ പറഞ്ഞ നോർമൽ കേസാണ്. ഈ നോർമൽ അവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ചില പ്രത്യേക ഒക്കേഷനുകൾ ഉണ്ടാകാം. അതിലൊന്നാണ് നേരത്തെ ആദ്യം കണ്ട ഓൺ ചെയ്തപ്പോൾ ഒന്നും തെളിഞ്ഞില്ല. ശരിയല്ലേ? ആദ്യം അങ്ങനെ ഒരു അവസരം കിട്ടിയില്ലേ? ഒന്നും തെളിഞ്ഞില്ല, ഡിസ്പ്ലേ ഒന്നും വന്നില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതിലുള്ള ബാറ്ററിയുടെ ചാർജ് അങ്ങ് പോയി. അതാണ് എങ്കിൽ ചിലപ്പോൾ അവിടെ ഓരോ ഹാളിലും ECILൻ്റെ എഞ്ചിനീയർമാരുണ്ടാകും, അവരൊന്ന് വന്ന് നോക്കും, എന്താണെന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർമാർ AROയോട് പറഞ്ഞിട്ട് ഒരു പുതിയ ബാറ്ററി ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ട? ഈ ബാറ്ററി സെക്ഷൻ സീൽ ചെയ്തിട്ടുണ്ടാകും. അത് ടോയിൻ കട്ട് ചെയ്ത് അഡ്രസ് ടാഗ് മാറ്റി വെച്ച് ഓപ്പൺ ചെയ്ത് പഴയ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് വീണ്ടും പവർ ഓൺ ചെയ്യുമ്പോൾ എന്തായി? ഡിസ്പ്ലേ വന്നു.
അപ്പോൾ ബാറ്ററിയുടെ പ്രശ്നം പരിഹരിച്ച് ഒരു ഒക്കേഷൻ. രണ്ടാമത്, ബാറ്ററിയൊക്കെ ഇട്ട് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇൻകറക്റ്റ്, ഇൻവാലിഡ്, VVPAT ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഏത് ബട്ടൺ അമർത്തണം? ബാലൻസ് ബട്ടൺ അമർത്തണം. ഇനി അതും പരിഹരിച്ച് വീണ്ടും നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷൻ ഓപ്പൺ ചെയ്ത് റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് കാണിക്കുന്നു? ഇൻവാലിഡ്. അപ്പൊ രണ്ടാമത്തെ ഇൻവാലിഡ് വരുത്താം. ഇങ്ങനെ ഒരു ഇൻവാലിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ഇത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യാത്തതിൻ്റെ ആ ഒരു അസുഖമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു വട്ടം ARോട് പറയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ സൂപ്പർവൈസറിന് അധികാരം തന്നിട്ടുണ്ട് ഏത് ബട്ടൺ പ്രസ് ചെയ്യാൻ. ഇങ്ങനെ ഒരു ഇൻവാലിഡ് വന്നാൽ അതിൻ്റെ അർത്ഥം ഇലക്ഷൻ നടത്തിയ ദിവസം വൈകുന്നേരം പോളിംഗ് കഴിഞ്ഞിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുക എന്നുള്ളത്. ആ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യാതെ മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയതിൻ്റെ കാരണമാണ് ഇവിടെ ഇൻവാലിഡ് കാണിക്കുന്നത്. അപ്പോൾ സൂപ്പർവൈസർ ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം. ക്ലോസിംഗ് എന്ന ഡിസ്പ്ലേ. അപ്പോൾ ഇപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു മാസക്കാലമായിട്ട് ക്ലോസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു ഡിവൈസിൽ നേരത്തെ പറഞ്ഞ ഈ മെഷീൻ കൊണ്ട് വെച്ചിരിക്കുമല്ലേ, ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 3-4 വോട്ട് സ്ട്രോങ് റൂമിൽ കയറി ചെയ്യാമായിരുന്നു. ക്ലോസ് ചെയ്താൽ പിന്നെ അത് പറ്റത്തില്ല. അപ്പം ക്ലോസ് ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അപ്പം നമ്മൾ 17C എടുത്ത് സീരിയൽ നമ്പർ 6-ൽ ടോട്ടൽ മെഷീൻ പ്രകാരം എത്ര വോട്ട് ചെയ്തു കിട്ടിയല്ലോ. ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തതിൻ്റെ ഡിസ്പ്ലേ അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ മെഷീനിൽ ടോട്ടൽ നോക്കണം. അതിന് ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്യണം. ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണ്. അപ്പം ഓക്കെ, ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ആ ടോട്ടലും ഈ ടോട്ടലും ടാലി ആകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ വോട്ടുകൾ റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥികളുടെയും കുറിച്ച് എടുക്കാം. 17C വൈറ്റ്, യെല്ലോ, പിങ്ക്. അപ്പൊ സ്പെഷ്യൽ ഒക്കേഷൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, തീർന്നില്ലേ? 2 ഇൻവാലിഡ് വന്ന്, ഒന്ന് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം, ഒന്ന് ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ ഡിസ്പ്ലേ ഒന്നും വന്നില്ല എങ്കിൽ ബാറ്ററി ഇടണം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ ഒക്കേഷൻ? മിസ് മാച്ച് വരാൻ പോവുക. അപ്പൊ മെഷീനിൽ ഓക്കെ. ഇനി ടൈം ഈ എടുത്ത് നോക്കുമ്പോൾ മിസ് മാച്ച് കാണിക്കുന്നത്. അതായത് ടൈം നമ്മൾ 4-ാം തീയതി എടുത്ത് നോക്കുമ്പോൾ 4-ാം തീയതി അല്ല കാണിക്കുന്നത്. അതുപോലെ തന്നെ പോൾ ഡേറ്റും പോൾ ടൈമും അതിൽ തെറ്റിക്കിടക്കുന്നു. അങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടായാൽ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് മാച്ചായി വരികയാണെങ്കിൽ നമുക്ക് എണ്ണാം. അല്ലെങ്കിൽ വലിയ ഡിഫറൻസ് വരികയാണെങ്കിൽ ഈ ഡിവൈസ് എണ്ണാൻ പാടില്ല. അത് നേരെ AROയുടെ ഡയസിലേക്ക് തിരികെ കൊടുക്കണം. തിരികെ കൊടുക്കുമ്പോൾ വീണ്ടും പവർ ഓഫ് ചെയ്ത് പെട്ടിയിലിട്ട് അഡ്രസ് ടാഗ് അറ്റാച്ച് ചെയ്തിട്ട് തിരിച്ച് ഡയസിലേക്ക് അയക്കാവുള്ളൂ. അപ്പം ഡേറ്റ് ടൈമൊക്കെ മിസ്മാച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ തിരികെ അയക്കും. ചിലപ്പോൾ ചില ഡിവൈസ് പുതിയൊരു ബാറ്ററി ഇൻസെർട്ട് ചെയ്താലും ശരി വർക്ക് ചെയ്യൂല. അങ്ങനെ വർക്ക് ചെയ്യാത്ത ഡിവൈസ് ആണെങ്കിലും നേരെ തിരിച്ച് AROയുടെ ടേബിളിലേക്ക് അയക്കണം.
അങ്ങനെ നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റാത്ത ഡിവൈസുകളൊക്കെ AROയുടെ ടേബിളിലേക്ക് അയക്കുന്നു. ഓരോ ടേബിളിലും ഒരു 12, 13, 14 ഡിവൈസ്, മൊത്തം നേരത്തെ പറഞ്ഞ 180, 190, 200-ന്റെ മേലിൽ വരെ ചില LACകളിൽ പോളിംഗ് സ്റ്റേഷനുണ്ട്. അത്രയും വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഏതാണ്ട് അവസാനിക്കും. അപ്പം 14 ടേബിളിലും കൂടി ഇങ്ങനെയാണ് കൺട്രോൾ യൂണിറ്റ് വെച്ച് നമ്മൾ വോട്ട് എണ്ണുന്നത്. ഓരോ റൗണ്ടിലും ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, റിസൾട്ട് ഡയസിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി അവസാനിച്ചുകൊണ്ടേയിരിക്കും. ഈ 14 ടേബിളിൽ ഒരു ടേബിള് അവിടെ വേറെ VVPAT-ന്റെ സ്ലിപ്പ് കൂടി എണ്ണണം. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഈ 14-ൽ ഒന്ന് VVPAT എണ്ണുന്നതിന് വേണ്ടി VIP-മാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ ബാങ്കിലൊക്കെ ക്യാഷ്യർ ഇരിക്കുന്ന രീതിയിൽ മെഷൊക്കെ ഇട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് ആ ഒരു ടേബിൾ. അതിന് പറയുന്നത് VCB, VVPAT കൗണ്ടിംഗ് ബൂത്ത്, VCB. അങ്ങനെ VVPAT കൗണ്ടിംഗ് ബൂത്തിൽ ഒരു LACയിലെ 5 പോളിംഗ് സ്റ്റേഷൻ നറുക്കിട്ട് എടുത്തിട്ട് അതിൻ്റെ VVPAT-ന്റെ സ്ലിപ്പുകൾ എണ്ണണം. പിടികിട്ടിയ? അപ്പൊ ഈ 14-ൽ ഒന്ന് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊള്ളുക നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ മെഷീനും എണ്ണാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ എന്ത് എണ്ണാൻ പറ്റും? 5 VVPAT. ഈ 13 എണ്ണത്തിലുള്ള ഒരു ടാറ്റ പറഞ്ഞു പോകുമ്പോൾ നമ്മളെവിടെ കാണും? അതിനുള്ളിൽ ഇങ്ങനെ സിംഹം നോക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കും. എത്ര മെഷീൻ എണ്ണണം? 5 എണ്ണം ലോട്ടിട്ട് 5 എണ്ണം എടുക്കും. അങ്ങനെ 5 എണ്ണത്തിൻ്റെ ആദ്യം ഒരു VVPAT കൊണ്ടുവന്ന് ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ബാലറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലുള്ള എല്ലാ സ്ലിപ്പുകളും എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇടുക, ട്രാൻസ്പെറൻറ്റ്. എന്നിട്ട് ഇപ്പുറത്ത് വേറെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വലിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ തരും. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ PGN ഹോൾ എന്ന് പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിനനുസൃതമായിട്ട് ഹോളുകൾ ഇടും. അതായത് ഈ ചെറിയ ബാലറ്റ് സ്ലിപ്പ് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ ഹോള് കൊടുക്കും. ഈ ഹോളുകളിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും സിമ്പൽ ഒട്ടിക്കും. ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്തിട്ട് നേരെ ഇട്ട് കൊടുത്താൽ മതി. കാണുന്നുണ്ടല്ലോ, എന്നിട്ടൊന്ന് ചിരിക്കി. കണ്ടില്ലേ? സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂട്ടത്തിൽ നോട്ട 1, തൊട്ടപ്പുറത്ത് ടെസ്റ്റ് സ്ലിപ്പ്. VVPAT പവർ ഓൺ ചെയ്യുമ്പോൾ കിട്ടുന്ന 7 സ്ലിപ്പ് ഇടാനും ബാക്കി ഇങ്ങനെ ഈ PGN ഹോളിൽ ഓരോന്ന് ഇടുക. എന്നിട്ട് അത് കെട്ടുകളാക്കണം. എത്ര എണ്ണത്തിൻ്റെ കെട്ടുകളാക്കണം? 25-ന്റെ കെട്ടുകൾ. വേറൊരു കെട്ട് പറഞ്ഞായിരുന്നല്ലോ, പോസ്റ്റൽ ബാലറ്റ് എത്രയാ? 50-ന്റെ കെട്ട്. ഇത് 25-ന്റെ കെട്ടുകളാക്കി ടോട്ടലി ചെയ്ത് അവിടെ തരുന്ന ആ 17C ഫോമിൽ ഈ പറഞ്ഞതെല്ലാം എഴുതണം. അങ്ങനെ 5 എണ്ണം ലോട്ടിട്ടെടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ റൗണ്ടിലും തിരിച്ചു കൊടുക്കുന്ന മെഷീൻസ് ഉണ്ടല്ലോ, ഓരോ റൗണ്ടിലും 14 മെഷീനിൽ 2 എണ്ണം ഒബ്സർവറിന്റെ ടേബിളിലോട്ട് പോകും. എന്നിട്ട് അവരൊന്ന് റിസൾട്ട് ബട്ടൺ അമർത്തി നോക്കും. നമ്മൾ എഴുതി കൊടുത്ത റിസൾട്ടും തന്നെയാണോ അവിടെ തെളിഞ്ഞു വരുന്നത് എന്നൊരു ചെക്കിങ് ആര് നടത്തും? ഒബ്സർവർ നടത്തും. അങ്ങനെ ഓരോ റൗണ്ടിലും 2 മെഷീൻസ് അങ്ങോട്ടും, ഏറ്റവും അവസാനം 5 VVPAT-കൾ. അപ്പോൾ ആർക്കൊക്കെയാണ് താല്പര്യം? കൈയൊന്ന് നോക്കിക്കേ. ആ VVPAT എണ്ണാൻ വേണ്ടിയുള്ള നമുക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെ ഒരെണ്ണം എണ്ണി കഴിയുമ്പോൾ 1 മണിക്കൂറിന് മുകളിലാവും. അങ്ങനെ 5 എണ്ണം ചുരുങ്ങിയത് 5 മണിക്കൂർ എങ്കിലും എടുക്കും.
ഇനി നമ്മൾ തിരികെ വിട്ടിരിക്കുന്ന കൺട്രോൾ യൂണിറ്റ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ആ കൺട്രോൾ യൂണിറ്റ് ആവശ്യമെങ്കിൽ അത് എണ്ണേണ്ടി വരും. എവിടെ എണ്ണേണ്ടി വരും? വിവിപാറ്റ് എണ്ണണമെങ്കിൽ VCBക്കകത്തേ പറ്റത്തുള്ളൂ, വിവിപാറ്റ് കൗണ്ടിങ് ബൂത്തിലേ പറ്റത്തുള്ളൂ. അതിൽ കൊണ്ടുവന്ന് എണ്ണേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ, ആ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതാണ്. ടോട്ടൽ ആ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടുകൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ജയിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കിട്ടുന്ന ആ വിന്നിങ് മജോറിറ്റി, അത് ആ ടോട്ടൽ എണ്ണത്തേക്കാളും താഴെയാണ് മാറ്റിവെച്ചിരിക്കുന്ന കൺട്രോൾ യൂണിറ്റിലെ എല്ലാ വോട്ടുകളും കൂടി എണ്ണിയാൽ. മറ്റത് കൂടുതലാണെങ്കിൽ, വിന്നിങ് മജോറിറ്റി കൂടുതലാണ് എങ്കിൽ ഇതൊന്നും എണ്ണേണ്ടി വരത്തില്ല, ഈ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണേണ്ടി വരത്തില്ല. വിന്നിങ് മജോറിറ്റി കുറഞ്ഞാൽ, മാറ്റിവെച്ച കൺട്രോൾ യൂണിറ്റുകളുടെ പോളിംഗ് സ്റ്റേഷനുകളിലെ ആകെ ചെയ്ത വോട്ടുകളുടെ എണ്ണം കൂടി നിന്ന് കഴിഞ്ഞാൽ അത് എണ്ണാനെടുക്കുമ്പോൾ ഈ പറയുന്ന ചാൻസ് ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എങ്ങനെ വോട്ട് എണ്ണണം, അതിലെ പ്രത്യേകമായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചുരുക്കി നമ്മളൊന്ന് മനസ്സിലാക്കി. പിന്നെ സ്പെഷ്യൽ ഒക്കേഷൻ പറയുന്നതിൽ ഒന്ന്, മോക്ക് പോൾ കഴിഞ്ഞിട്ട് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോക്ക് പോൾ കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ അന്ന് രാവിലെ മോക്ക് പോൾ കഴിഞ്ഞിട്ട് കൺട്രോൾ യൂണിറ്റ് ക്ലിയർ ചെയ്യണം. പക്ഷെ ചില പോളിംഗ് ഓഫീസർമാർ, പ്രിസൈഡിംഗ് ഓഫീസർമാർ അത് വിട്ടുപോകും. അപ്പം മോക്ക് പോളിലെ വോട്ടും കാണും, ആക്ച്വൽ വോട്ടും കാണും. അങ്ങനെ ഒരു സാഹചര്യം വന്നാലും എന്തെടുക്കണം? വിവിപാറ്റ് അതിൻ്റെ തന്നെ സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് എണ്ണി നോക്കേണ്ടി വരാം. ഇനി വിവിപാറ്റിൽ തന്നെ മോക്ക് പോളിൻ്റെ സ്ലിപ്പുകൾ എടുത്ത് മാറ്റാതെ ഇട്ട സാഹചര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെ വന്നാലും ആ വിവിപാറ്റിൻ്റെ സ്ലിപ്പുകൾ എണ്ണിയിട്ട് മോക്ക് പോളിൽ ചെയ്ത വോട്ടുകൾ കുറച്ചിട്ട് ആവശ്യമെങ്കിൽ മാത്രം അങ്ങനെയും നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. അപ്പുറത്തെ ക്ലാസ്സൊക്കെ വിട്ട് എല്ലാവരും പോയെന്ന് തോന്നുന്നു, ചായ കുടിക്കാൻ പോയി. ഇത് ഫോം സിയുടെ 17C അല്ലേ? നമുക്ക് കിട്ടാൻ പോകുന്ന 17C ഒരു മോഡലാണ്. പക്ഷെ ഇവിടെ കാൻഡിഡേറ്റ്സിന്റെ നെയിം പ്രിന്റ് ചെയ്ത് തരും, സീരിയൽ നമ്പർ, കാൻഡിഡേറ്റ്സിന്റെ പേര് പ്രിന്റ് ചെയ്ത് തരും. ഇത് വിവിപാറ്റ് എണ്ണുമ്പോൾ ആവശ്യമായത്. എല്ലാവരും മറ്റേ ഗ്രൂപ്പിൽ ചേർന്നല്ലോ. എൻ്റെ പേര് നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, നിയാസ് മസ്കൻ എന്നാണ്. ഈ വീഡിയോ ഇവരെയും കൂടി ഒന്ന് എടുത്തേക്കാം. ഈ വീഡിയോ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം അത് ഒന്ന് കാണാം. അതുപോലെ കൺട്രോൾ യൂണിറ്റ് അടുത്ത് കാണിച്ചുകൊണ്ട് ഇതിന് ശേഷം, ചായ കുടിക്ക് ശേഷം നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുക്കാം. എന്തെങ്കിലും കൊച്ചു സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 1-ാം തീയതി അടുത്ത ക്ലാസ്സിന് കാണാം.